പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മേഘാലയയിലെ കാഴ്ചകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. മേഘാലയയിലെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും അതുപോലെ മനോഹരമായ കുറേ സ്ഥലങ്ങളാണ് നിങ്ങളുടെ മുന്നോട്ട് പരിചയപ്പെടുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുവരാം. ഓക്കെ. രാവിലെ തന്നെ ചിറാപ്പുഞ്ചിയിലെ റൂമിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം യാത്ര തുടങ്ങി. ചെറിയ കോടയും ചെറിയ ചാറ്റൽ മഴയൊക്കെയാണ് രാവിലെ തന്നെ വരവേറ്റത് നമ്മുടെ യാത്രയ്ക്ക്. ഉയർന്ന കുന്നുകളും കാടുകളും മൂടിയ മേഘങ്ങളുമായി പ്രകൃതിയുടെ മനോഹരതയിൽ തിളങ്ങുന്ന ഇന്ത്യയിലെ ഈസ്റ്റേൺ ഹിമാലയൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ സംസ്ഥാനം, അതാണ് മേഘാലയ. മേഘങ്ങളുടെ വീട്, രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മേഘാലയയിലെ മഴക്കാല കാഴ്ചകളാണ് കേട്ടോ വീഡിയോയില്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ നോക്കാലിക്കായി വെള്ളച്ചാട്ടം കാണാനായിരുന്നു കേട്ടോ ആദ്യം പോയത്. 340 മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം ചിറാപ്പുഞ്ചിക്ക് അടുത്താണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഇങ്ങോട്ട് വന്നത്. കാരണം നമ്മുടെ റൂം എടുത്തത് ചിറാപ്പുഞ്ചിയിലായിരുന്നേ. പിന്നെ ചിറാപ്പുഞ്ചിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വിനോദസഞ്ചാരം കൂടിയാണ് ഇവിടം. മനോഹരമായ ഈ വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തുകാർക്കിടയിൽ ഒരു കഥയുണ്ട് കേട്ടോ. അടുത്തുള്ള രംഗീർത്തെ ഗ്രാമത്തിലെ ലിക്കായ് എന്നൊരു യുവതി താമസിച്ചിരുന്നു. ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായ ലിക്കായ് ഭർത്താവിന്റെ മരണശേഷം പുനർവിവാഹം ചെയ്തു. കുഞ്ഞിനോടുള്ള ലിക്കായുടെ സ്നേഹം കണ്ട് പുതിയ ഭർത്താവിന് അസൂയയും വെറുപ്പും ഒക്കെ മൂത്തിട്ട് ലിക്കായ് ജോലിക്ക് പോയ സമയത്ത് കുഞ്ഞിനെ കൊല്ലുകയും അത് ഭക്ഷണമായി വിളമ്പുകയൊക്കെ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ആ യുവതി വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്ന് ചാടി മരിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നോക്കാലിക്കായി വെള്ളച്ചാട്ടത്തിന് അങ്ങനെ പേര് വന്നത് കേട്ടോ. വെള്ളച്ചാട്ടത്തിന് നോക്കാലിക്കായി എന്ന പേരിട്ടത് ഗാസി ഭാഷയിൽ നോക്കാലിക്കായി എന്നാൽ ലിക്കായിയുടെ ചാട്ടം എന്നാണ് അർത്ഥം. ഇവിടെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ട്രഡീഷണൽ പരമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട് കേട്ടോ. അത്യാവശ്യം ടൂറിസ്റ്റ് സ്ഥലം ആയതുകൊണ്ട് എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവാണ് കേട്ടോ. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് 30 രൂപയാണ്. പാർക്കിംഗ് ചാർജ് 20 രൂപയാണ് വരുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും യാത്രയായി കേട്ടോ. ഇവിടുന്ന് നമ്മൾ പോകുന്നത് നെക്സ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ആരവ് കേവിലോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് 50 രൂപയാണ് ഒരാൾക്ക് വരുന്നത് കേട്ടോ. അരോഗോഹയൻ ചിറാപ്പുഞ്ചിക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഫോസിലുകൾ കൊണ്ടും സമ്പന്നവും പ്രകൃതിദത്ത ശിലാസന്ദർശനങ്ങൾ കൊണ്ടും ശ്രദ്ധേയവുമായ ഒരു ഗുഹയാണിത്. പ്രകൃതിയെയും ചരിത്രത്തേക്ക് ഒരുമിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇവിടെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് പറയാം. നല്ല ഫ്രഷ് വെള്ളമാണ് കേട്ടോ. ആ ചീവീടിൻ്റെ ശബ്ദവും എല്ലാം കൊണ്ട് നമുക്ക് എന്താ പറയുക, ഒരു കേരളത്തിൻ്റെ വൈബ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ മേഘാലയ, ആസമും ഇതെല്ലാം കേരളത്തിൻ്റെ ഒരു സൗന്ദര്യമാണ് കേട്ടോ. ഇവിടെ വെള്ളച്ചാട്ടങ്ങളായാലും പ്രകൃതി സൗന്ദര്യമാണല്ലോ എല്ലാം കൊണ്ടും. ഇനി ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഈ മൺസൂണിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത ഇതാണ് കേട്ടോ. നല്ല എന്താ പറയുക, വെയിലെന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ മേഘാലയയിൽ ഈ മൺസൂൺ ആയി കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ ആ ഒരു പച്ചപ്പും കാടിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിക്കുന്നില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ ആയാലും മൺസൂണിൽ വരുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും മഴയായിരിക്കും. അതുകൊണ്ട് ലാൻഡ് സ്ലൈഡിങ് ആയാലും അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവുമേ. പിന്നെ വരുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ആ ഒരു റെയിൻ കോട്ട് എടുക്കുന്നത് എപ്പോഴും ഉചിതമായിരിക്കും. ഇത് കേവിലോട്ട് പോകേണ്ട സ്റ്റാർട്ടിങ് പോയിന്റ് ആണേ. നോക്കിക്കേ, നമ്മളിത് ഇങ്ങനെ ചെടിയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വേണം പോകാനായിട്ട്. കുനിഞ്ഞു വേണം നിൽക്കുക. നമ്മൾ കാണുന്ന പോലെ നോക്ക്, ഇതാ നൊട്ട് മുകളിൽ പാറയാണേ. നോക്ക്, ഇനി പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അതൊരു റിസ്ക്കാണ്. ആരോ കേവി നമ്മൾ പുറത്തിറങ്ങാണേ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തലയിടിക്കും കേട്ടോ. കറക്റ്റ് എന്താ പറയുക, ഒരാളുടെ ഹൈറ്റ്, ചില സ്ഥലങ്ങളിൽ മാത്രം ഒരാളുടെ ഹൈറ്റ്, അല്ലെങ്കിൽ കുനിഞ്ഞു വേണം വരാനായിട്ട്. ഈ കല്ല് കൊണ്ടിടയ്ക്ക് ചെളിയുണ്ടെന്ന് തോന്നുന്നു. ഇതൊരു കേവാണേ, പക്ഷെ നമുക്ക് ഇങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല ഇവിടെ. ആ ഗുഹയുടെ തൊട്ട് താഴെയായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണത്. നോക്കിക്കേ, ഫുള്ള് വെള്ളച്ചാട്ടം. എന്നെ രസമല്ലേ കാണാനായിട്ട്. ആ സൈഡിലെല്ലാം ഉണ്ട്. മതിവരാത്ത കാഴ്ചകളാണ്. ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ സ്ഥലത്തും പെട്ടെന്ന് ഇറങ്ങിയാൽ മാത്രമേ ഓരോ ദിവസത്തെ നമ്മളെ ഡെസ്റ്റിനേഷൻസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു.
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ട്രൈബൽ സംസ്കാരങ്ങൾ, മലകൾക്കിടയിലൂടെയുള്ള നദികൾ, വെള്ളച്ചാട്ടങ്ങൾ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളായ ചിറാപുഞ്ചിയും മൗസിൻ റാമും പ്രകൃതിയോടുള്ള ഗാഢമായ ബന്ധം, ഇതെല്ലാം ചേർന്ന് മേഘാലയ ഇന്ത്യയിലെ ഒരു സ്വർഗമെന്ന് തന്നെ പറയാം. നമ്മൾ വരുന്ന വഴിയുടെ ഒരു വ്യൂ പോയിന്റ് ആണേ, നോക്ക്. ഇപ്പോൾ നമ്മൾ ഗാർഡൻ ഓഫ് കേവ്സിലാണ് വന്നിരിക്കുന്നത്. ഗാർഡൻ ഓഫ് കേവ്സിൽ ഈ കാണുന്ന എന്താ പറയുക വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ കാണാനായിട്ട് വരും. ഇതിൻ്റെ എൻട്രി ഫീസ് വരുന്നത് 100 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു ബുദ്ധിമുട്ട് വെച്ചാൽ ഇവിടുത്തെ പേരുകൾ വായിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല തണുപ്പ് കിട്ടാ. ഗുഹകളുടെ പൂന്തോട്ടത്തിലെ ഒരു പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ് ഈ സാംസിയം വെള്ളച്ചാട്ടം എന്ന് പറയാം. കാരണം കല്ലിൽ സ്വാഭാവികമായിട്ട് കൊത്തിയെടുത്ത ഒരു ദ്വാരത്തിലൂടെയാണ് വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്. കുറച്ചു നേരം ഞാൻ മിണ്ടുന്നില്ല കേട്ടോ, നിങ്ങൾ ഇവിടുത്തെ ആ സൗണ്ടൊക്കെ ഒന്ന് ആസ്വദിച്ചേ. ഈ ഗാർഡൻ ഓഫ് കേവ് എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത ആണ് കേട്ടോ. ഗുഹയുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ വെള്ളച്ചാട്ടമുണ്ട്. ചെറിയ അടിപൊളി വ്യൂ ആണ്, നല്ല രസമുണ്ട്. ഇവിടുത്തെ മിക്ക ടൂറിസ്റ്റ് പ്ലേസുകളിലും ഡസ്റ്റ്ബിൻ ഇത് ഇങ്ങനെയാണ് കേട്ടോ. എടുത്ത് കൊണ്ടുപോകാനും എളുപ്പമുണ്ട്, വെള്ളവും നിൽക്കത്തില്ല, പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ. शील्ड अच्छा हाँ हाँ और മാവ് പത്തർ ഷീൽഡ്. ഓക്കെ ഓക്കെ. ഈ സ്റ്റീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ നമുക്ക് കിട്ടാത്ത ഷീൽഡ് എന്നാണ്. മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തറാണ് കേട്ടോ, കല്ല് കല്ല്. മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ വീണ്ടും ഒരു ഗുഹയാണ് നമുക്ക് കാണുന്നത്. മണ്ണിലും മണലിലും മറഞ്ഞിരുന്ന ഗുഹ എന്ന് പറയാം. കാക്രം ബാ ഡാം തിമ്മേ. നിങ്ങൾ പേരൊന്നോട് വായിച്ചോട്ടോ. ഈ ഗുഹയുടെ ആഴം 78 മീറ്റർ ആണ്. എന്നാൽ പുറത്തുനിന്നും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ആദ്യ 8 മീറ്റർ നേരത്തെ ഉണ്ടായിരുന്നുള്ളേ. 2019 ഏപ്രിലിൽ നടന്ന കനത്ത മഴയും അതുപോലെ തന്നെ പാർക്ക് കമ്മിറ്റിയുടെ സഹായമൊക്കെ മൂലമാണ് ഗുഹയുടെ ശേഷിച്ച 70 മീറ്ററും തുറന്നതേ. വീണ്ടും ഇതാ ഇങ്ങനെ കുനിഞ്ഞു വേണം പോകാനായിട്ട് കേട്ടോ. 150 രൂപയുടെ കണ്ണാടിയാണ് കേട്ടോ, ഒന്നും കാണുന്നില്ല. ഗോപ്രോയ്ക്ക് 100 രൂപയുടെ ചാർജ് ഉണ്ട്, അതുകൊണ്ട് ഗോപ്രോ എടുത്തില്ല. ക്യാമറയ്ക്കും അതുപോലെ 100 രൂപ ചാർജ് ഉണ്ട്. ഇത്തനെയുള്ള സ്റ്റെപ്പാണേ. സൂപ്പർ. ഇങ്ങനെ ഇത് പാറ, ഇതിൻ്റെ ഇടയ്ക്ക് മുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ അടിയിൽ കൂടി പോയിട്ട് ഇതാ വ്യൂ നോക്ക്. ഗാർഡൻ ഓഫ് കേവ്സിൽ പാർക്കിൽ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് കേട്ടോ ഉംൽവായ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള കട്ടിയുള്ള വനത്തിൽ ഒരിക്കലും തളർച്ചു വളർന്നിരുന്നതും വെള്ളച്ചാട്ടത്തിന്റെ പാറക്കെട്ടുകളിലെ തേനീച്ചക്കൂടുകൾ നിർമ്മിച്ചിരുന്നതുമായ വായ് തേനീച്ചയിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടത്തിന് ഈ പേര് ലഭിച്ചത്. വാസ്തവത്തിൽ പേരിലുള്ള എന്നത് ഈ തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന തേനിനെയാണ് സൂചിപ്പിക്കുന്നത്. ഗാർഡൻ ഓഫ് കേവിലെ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ ഇവിടെ എന്താ പറയുക വ്യൂ പോയിന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്പർ 1, നമ്പർ 2, ഇപ്പോൾ 6 വരെ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓരോ പോയിന്റിൽ ഓരോ സെക്ഷനിൽ ഓരോ സൗന്ദര്യമാണ്. ഗാർഡൻ ഓഫ് കേവ്സിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടമാണ് കേട്ടോ അർസ്ദാദ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം, ഗുഹ, എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള മുള കൊണ്ടുള്ള, ബാമ്പു കൊണ്ടുള്ള ഇതുപോലെ പാലങ്ങൾ എന്നിങ്ങനെ എന്താ പറയുക നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ. ആദ്യം ഗാർഡൻ ഓഫ് കേവ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഗുഹയ്ക്കുള്ളിൽ എന്തെങ്കിലും ഒരു പൂന്തോട്ടമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, വെറൈറ്റി ആയിട്ടുള്ള. അങ്ങനെ അടുത്തതായിട്ട് കണ്ടതുണ്ടല്ലോ, പ്രകൃതിയുടെ ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം മനുഷ്യ ഭ്രൂണത്തിന്റെ ആകൃതിയിലുള്ള ഒരു പാറ, പ്രകൃതി ദത്തമായി രൂപം കണ്ട ഒരു പാറയാണ്. മനുഷ്യ ഭ്രൂണത്തിന്റെ ആകൃതിയിലേക്കാണ് പ്രകൃതി അതിനെ രൂപീകരിച്ചത്. ഈ പാറയ്ക്കുള്ളിൽ ചെറിയൊരു ഗുഹയുണ്ട്. ഈ
ഗാർഡൻ ഓഫ് കേവിലെ 9-10 പോയിന്റിലുള്ള സ്ഥലമാണ്. മുള കൊണ്ടാണ് ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും എടുത്തിട്ടാണ് കേട്ടോ. നല്ലപോലെ നല്ല ബലമുള്ള മുളയും അതുപോലെ കയറുകൊണ്ട് നല്ലപോലെ കെട്ടിയിട്ടുള്ള എല്ലായിടത്തും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിച്ചാലും ഈ വീഡിയോ കണ്ടാലും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇവിടെ വന്ന് അനുഭവിച്ചറിയുന്നത് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഫീലിംഗ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളിതാ ഒരു സാഹസിക ട്രെക്കിംഗ് കൂടെ നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു സാഹസിക ട്രെക്കിങ്. ജിങ്കിങ് സീജ് എന്നാണ് കേട്ടോ ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ പേര്. ജിങ്കിങ് സീജ് എന്ന് പറഞ്ഞ നമ്മുടെ ഈ സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, നദിയുടെ ശബ്ദങ്ങൾ ഒരു ആശ്വാസകരമായ പശ്ചാത്തല സംഗീതമാണ് നൽകുന്നത്. മുളകൾ കൊണ്ടുണ്ടാക്കിയ പാലത്തിന് മേലൂടെ ചെറിയൊരു സാഹസിക നടത്തമൊക്കെ നടന്ന് നമ്മൾ എത്തുന്നത് ഉംദവായ് എന്ന് പറഞ്ഞ ഒരു പോയിന്റിലോട്ടാണ് എത്തുന്നത്. അറയിൽ നിന്ന് ഒഴുകി വരുന്ന ഈ വെള്ളം പ്രദേശത്തെ ഏറ്റവും ശുദ്ധവും മധുരമുള്ളതുമായ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രകൃതിദത്ത നീരുറവയായിട്ടാണ് കണക്കാക്കുന്നത്. ഉംദവായുടെ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്നും ഇവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ട്. ഗാർഡൻ ഓഫ് കേവിലെ ഒരുപാട് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലാ പോയിന്റുകളും തന്നെ ഓരോ തരത്തിലുള്ള വ്യത്യസ്തതകൾ നേർന്നതാണ്. മൗ എന്ന് പറഞ്ഞാൽ കല്ല് എന്നാണ് കേട്ടോ. ദൊനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് എന്താ പറയുക, ഒരു ഹൃദയത്തിന്റെ ആകൃതിയിലാണ്. മേഘാലയയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഗാർഡൻ ഓഫ് കേവ്. മേഘാലയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കടകളിലും തന്നെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകളെ ആയിരിക്കും കാണാനായിട്ട് കഴിയട്ടോ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഉച്ചയൂണ് കഴിക്കാനായിട്ടാണ് പോയത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോറ് എല്ലായിടത്തും തന്നെ കിട്ടും കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ആ ടേസ്റ്റ് ഒന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ പോയത് വക്കാബ ഫോൾസിലോട്ടാണ്. 30 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. മിക്കയിടത്തും തന്നെ ഇവിടെയുള്ള സ്ഥലത്ത് 30 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. പിന്നെ പാർക്കിങ്ങിന് ചാർജ് 20 രൂപയാണ് വരുന്നത്. കുറച്ച് ട്രെക്ക് ചെയ്ത് പോയിട്ടാണ് നമ്മുടെ വാട്ടർ പോയിന്റ് വരുന്നത്, ഈ വാട്ടർഫോൾസിൻ്റെ പോയിന്റ് വരുന്നത് കേട്ടോ. അങ്ങനെ ഇതാ വക്കവ ഫോൾസിൻ്റെ ഒരു പോയിന്റിൽ എത്തിയിരുന്നു. വ്യൂ പോയിന്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണേ. നോക്കിക്കേ, വക്കാബ് വാട്ടർഫോൾസിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് കേട്ടോ. ഇതുണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇവിടുന്നാണ് ഈ വെള്ളം ചാടുന്നത്. നോക്ക്, ഇങ്ങനെ ചാടി ഇത് ഇവിടുന്നാണ്. ഇത്രേ ഉള്ളൂ, മുകളിലെ വെള്ളം ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ വെള്ളം താഴോട്ട് ചെന്നിട്ട് ഇത് ഫോഴ്സ്ഫുള്ളി താഴോട്ട് ചെന്ന് ചാടുകയാണ്. ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ഈ പാറക്കെട്ടുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഏകദേശം 170-190 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു മലയിടുക്കിലേക്കാണ് ഈ വെള്ളച്ചാട്ടം താഴ്ന്ന് ഒഴുകുന്നത് കേട്ടോ. 2 യക്ഷികൾ വെള്ളച്ചാട്ടത്തിൽ താമസിക്കുന്നതായതൊക്കെ ഒരു പ്രാദേശിക ഐതിഹ്യമുണ്ടെന്നൊക്കെ ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. ഷില്ലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചിലേക്കുള്ള വഴിയിൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടവും കാണുന്നത്. അങ്ങനെയുള്ള സ്റ്റെപ്പാണ് അടുത്ത് നല്ല കാടായി. വക്കബ വാട്ടർഫോൾസിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇനിയിപ്പോൾ ചിറാപുഞ്ചിയിലോട്ടാണ് പോകുന്നത്. ചിറാപുഞ്ചിയിലെ 7 സിസ്റ്റർ വാട്ടർഫോൾസ് കാണാനായിട്ടാണ് പോകുന്നത്. ചിറാപുഞ്ചി എന്ന സ്ഥലം നമുക്ക് എല്ലാവർക്കും പരിചിതമാണല്ലോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായിരുന്നു ചിറാപുഞ്ചി. പക്ഷേ ഇപ്പോൾ 1ാമത്തെ സ്ഥലമല്ല കേട്ടോ, 2ാമത്തെ സ്ഥാനമാണ് ചിറാപുഞ്ചിക്കുള്ളത്. ഇതിൻ്റെ അടുത്തുള്ള മൗസിൻഡ്രാം എന്ന് പറഞ്ഞ സ്ഥലത്തിനാണ് 1ാം സ്ഥാനമുള്ളത്. ചിറാപുഞ്ചിയിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള വെള്ളച്ചാട്ടവും ആയ 7 സിസ്റ്റേഴ്സ് വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ വേറൊരു ലെവലെന്ന് പറയാം. നോക്കിക്ക് ആകാശവും ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കാണാനായിട്ട് എന്തുമാത്രം ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതുപോലത്തെ ചെറിയ പാട്ടും കേട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ സമയം പോകുന്നത് നമ്മൾ അറിയത്തേയില്ല.
ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ സെവൻ സിസ്റ്റർ വാട്ടർഫാൾ ആണ് ഈ കാണുന്നത്. മേഘാലയയിലെ ചിറാപുഞ്ചിക്കടുത്താണ് ഇതുള്ളത്. സെവൻ സിസ്റ്റർ വാട്ടർഫോൾസ് എന്നാണ് ഇത് അറിഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും ഈ പേര് അറിയപ്പെട്ടിരുന്നത് ഇത്ര നാളുമെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ഇതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നോ ഷിങ് തിയാങ് ഫോൾസ് എന്നാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പേര്. 7 അരുവികളായിട്ടാണ് താഴേക്ക് പതിക്കുന്നത് ഈ വെള്ളച്ചാട്ടം. മഴക്കാലത്ത് ഈ വെള്ളച്ചാട്ടം കൂടുതൽ മനോഹരമാണ് കേട്ടോ. അതുകൊണ്ട് മൺസൂണിൽ വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഈ വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ. ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് അത് വേറെ ലെവല് തന്നെ. നോക്കിക്കേ, മേഘങ്ങളും മലകളും ആകാശങ്ങളും എല്ലാം നമ്മുടെ തലയ്ക്ക് മീതെ. മീറ്റർ ഉയരത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഈ അതിമനോഹരമായ വെള്ളച്ചാട്ടം മേഘാലയയിലെ മഴക്കാലത്ത് സന്ദർശിക്കാൻ ഏറ്റവും ബെസ്റ്റാണെന്ന് ഞാൻ പറയാം. പച്ചപ്പ് നിറഞ്ഞ പാറക്കെട്ടുകളിലൂടെ ഒഴുകുന്ന അരുവികൾ ഇവിടെ സജീവമായിട്ട് കാണപ്പെടും ഈ മൺസൂണിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ. ചിറാപുഞ്ചിയിലെ പാറക്കെട്ടുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന 7 സമാന്തര അരുവികളുടെ കാഴ്ച ഒരു മാന്ത്രിക കാഴ്ചയാണെന്ന് പറയാം. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ വന്നപ്പോൾ ഫുള്ള് ക്ലൗഡ്സ് ആയിരുന്നു. ഇപ്പം നോക്കിക്കേ, തെളിഞ്ഞ നല്ല അടിപൊളി വ്യൂ. എന്താണേലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു കോഫിയും കുടിച്ച് വീണ്ടും ഇവിടുന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. ഈ സെവൻ സിസ്റ്റർ വാട്ടർഫോൾസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ആ ഒരു പച്ച കളറുള്ള ബ്രിഡ്ജ് കാണുന്നുണ്ട്. അവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. അവിടെ നിന്നാണ് വെള്ളം താഴോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഒരു എക്കോ പാർക്കാണിത്. ഇവിടെ എൻട്രി ഫീസ് വരുന്നത് 20 രൂപയാണ്. ഈ ബ്രിഡ്ജാണ് ആ സെവൻ സിസ്റ്റർ വാട്ടർഫോൾസ് നമ്മൾ കണ്ടത്. കണ്ടോ, ഇവിടെ നിന്ന് ഈ വെള്ളം ചാടി, ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ഈ സെവൻ സിസ്റ്റർ വാട്ടർഫോൾസിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. നമ്മൾ നേരത്തെ നിന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ നിന്ന് കണ്ടേ. അവിടുന്ന് കാണുന്ന ആ ഒരു ഭംഗി, അവിടുത്തെ ആ ഭംഗി എന്ന് പറയുന്നത് ഇത്രയും ദൂരെ നിന്നുള്ള വ്യൂ ആണ്. കണ്ടോ, ഈ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. ഇവിടുന്ന് വീഴുന്ന ഈ വെള്ളമാണ് നമ്മൾ നേരത്തെ കണ്ട താഴെ കൂടെ ഇങ്ങനെ ഓരോരോ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പിലാണുള്ളത്. ഈ കാണുന്നുണ്ടല്ലോ, അവിടെ കാണുന്ന ഒരു ഈ ബിൽഡിങ്ങും ഇതുമില്ലേ, അതിൻ്റെ കുറച്ച് അപ്പുറമായിട്ട് കാണുന്നത് ഈ കാണുന്ന സോഹറ എന്ന സ്ഥലത്തെ ചിറാപുഞ്ചിയിലെ ഏറ്റവും ലാസ്റ്റത്തെ ഹിൽസ് ആണ്. അതിൻ്റെ അപ്പുറത്തോട്ട് ആ ഒരു വെള്ളം പോലെ കിടക്കുന്നുണ്ടല്ലോ, അത് ബംഗ്ലാദേശാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ സെവൻ സിസ്റ്റർ വാട്ടർഫോൾസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ മേഘാലയ ട്രിപ്പ് തിരിച്ച് നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങൾ കണ്ട്, ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ഒരുപാട് വ്യൂ പോയിന്റുകളും എല്ലാം നമ്മൾ കണ്ടേ. ലാസ്റ്റ് നമ്മളിതാ നമ്മുടെ റൂമിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. 4 സൈഡും മലനിരകൾ, എന്താ പറയുക, ഇതുണ്ടോ, 4 സൈഡും മലനിരകളും ഇതിൻ്റെ അടുത്തെല്ലാം വെള്ളച്ചാട്ടങ്ങളുണ്ട്. നല്ല രസമാണ്. മേഘാലയയിലെ ട്രിപ്പ് 4 ദിവസത്തെ പ്രോഗ്രാമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാ ദിവസത്തെയും ഓരോ എപ്പിസോഡായിട്ടായിരിക്കും വീഡിയോ വരുന്നത്. നിങ്ങൾ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് തരുമെന്ന് വിചാരിക്കുന്നു. ആകാശം നോക്കിക്കേ, സൺസെറ്റിൻ്റെ ആ ഒരു വ്യൂ, നമ്മുടെ റൂം, കാറ്, ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കേ, സൺസെറ്റിൻ്റെ ആ ലൈറ്റ് വെള്ളമായിട്ട് നല്ല ഭംഗിയുണ്ട്. അവിടെ നിന്ന് ഇതാ ഇങ്ങനെ വന്ന് ഇവിടെ വേറൊരു റിസോർട്ടാണ്. അതിന് ശേഷം ഇതാ
ഈ കാണുന്നതാണ് ബംഗ്ലാദേശിൻ്റെ ബോർഡർ കേട്ടോ. ലൈറ്റ് കണ്ടോ, ബോർഡറിൽ മൊത്തം ലൈറ്റ് തെളിഞ്ഞു. ഈ കാണുന്നത് ആ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്നതിൻ്റെ അപ്പുറം ബംഗ്ലാദേശാണ്. അതുപോലെ തന്നെ മേഘാലയയിലോട്ട് എത്തിച്ചേരാനുള്ള മാർഗ്ഗങ്ങളും പിന്നെ എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടതെന്നും എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ള എല്ലാം കൂടി ഉള്ള ചേർത്തുള്ളൊരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവിടം വരെ ബൈ ബൈ.